നമ്മളിപ്പോൾ ചൂരമല ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. സ്കൂളിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്, കാണിച്ചത്. ഇതാണ് സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ്. നമ്മളെ കുഞ്ഞാഞ്ഞ ബസ് കേട്ടോ. ഈ ബസ്സിലാണ് ആദ്യം നമ്മൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ചൂരമല ടൗൺ. ഞാനേ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ടോപ്പ് വ്യൂവിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി പുഴ. ഇതാണ് നമ്മൾ കളിച്ച് വളർന്ന ഗ്രൗണ്ട് കേട്ടോ. വളർന്നില്ല, പക്ഷെ കളിച്ച ഗ്രൗണ്ട്. ഇതാണ് നമ്മളെ സ്കൂളിലേക്ക് നമുക്ക് പോവാം. ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ. നമ്മൾ ഈ പാലത്തിൻ്റെ അവിടം വരെ വെള്ളം കയറും. ഇപ്പോൾ കുറവാണ്. നമ്മൾ പണ്ടത്തെ സ്റ്റാഫ് റൂം ഉണ്ടാവും. ഇവിടെ നിന്നിട്ടാണ് നമ്മളെ സ്കൂൾ ലീഡർമാരൊക്കെ പ്രതിജ്ഞയൊക്കെ ചൊല്ലുന്നത്, പ്രയറൊക്കെ ചൊല്ലുന്നത്. അങ്ങനെ സ്ഥലം. ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നു. എന്താ വൈബിലേ, എന്താ PT നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ. ഞാൻ പറഞ്ഞില്ല, ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ടെന്ന്. ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഓർമ്മകളാണ്. മോനെ വാട്ടെ വൈബ്. ഇത്ര കാലം കളിച്ച ഗ്രൗണ്ട് അല്ലേ. സ്കൂള്, ഗ്രൗണ്ട്, പുഴ. പുഴ കാണിച്ചു തരാം ഗൈസ്. വാ കമോൺ. എപ്പോഴും ഈ പുഴയ്ക്ക് വരാൻ പറ്റില്ല കാരണം മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വരരുത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞാൽ കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കും. നാമച്ച നമ്മളേ ഞാനൊക്കെ 7, 8, 9 പഠിക്കുന്ന സമയത്തില്ല. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളല്ലേ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ, അതുപോലെ കുറേ സാഹിത്യ കഥകൾ, അതൊക്കെ ഞങ്ങളെ സാറ് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. അതെത്ര വെള്ളമൊന്നുമില്ല. വേനൽക്കാല സമയത്ത് ഡേഞ്ചർ അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ വന്നിരുന്ന് വൈബുണ്ടല്ലോ. ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ശരിക്കും നമ്മൾ അങ്ങനെ കേട്ടോ പഠിക്കേണ്ടത്. നമ്മൾ അങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റ വട്ടം ആ കഥ വായിച്ചാൽ മതി. നമ്മുടെ മനസ്സിൽ എനിക്കൊക്കെ എപ്പോഴും ആ കഥ മനസ്സിലുണ്ട്. പുഴ ആലുമരം അതിൻ്റെ ചോട്ടിലിരുന്നിട്ട് മലയാളത്തിലെ ആ സാഹിത്യ കഥകൾ കേൾക്കാൻ പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടാവും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ച കഞ്ഞിപ്പൂരല്ലേ, കഞ്ഞിപ്പൂരെന്ന് ഫുഡ് വാങ്ങി നമ്മൾ ഇവിടെ കഞ്ഞിയല്ലല്ലോ, ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കും. ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രസമുള്ള കുറേ മൂമെൻറ്റ്സ് ആയിരുന്നു. മിസ്സിങ്. എനിക്കിപ്പോൾ തോന്നണേ നമ്മളല്ലേ ജീവിതത്തിലേ എത്ര തിരക്കാണെങ്കിലും നമ്മളിടക്ക് നമ്മൾ പഠിച്ച സ്കൂളില്ലേ, സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ വെറുതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നടന്നാൽ വല്ലാത്ത ഫീലാട്ടോ. നമ്മൾ കുറേ ചെറുതായി പോവും. ഒരുപാട് വളർന്നുകൊണ്ടല്ല, പക്ഷെ നമ്മൾ കുറേ ചെറുതായി പോവും. സത്യം. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ സാധനങ്ങളൊക്കെയാണ്.
പിന്നെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരുകൾ തന്നെ മുഴുവനായിട്ടില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇത്രേ ഉള്ളൂ, നമ്മളെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം, ഇത്രേ ഉള്ളൂ. ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളുടെ ഒക്കെ കഥകളിലേക്കും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂവിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കുറെ പറയേണ്ടി വരും. ഈ എപ്പിസോഡ് അങ്ങനെ നീണ്ടു പോയുള്ളൂ.